അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്തായാലും ഈ ഭക്ഷണമൊക്കെ ഒരു പരീക്ഷണമായി. അപ്പൊ പിന്നെ 1-2 കറികളൊക്കെ പോരെ? സൂര്യക്ക് എന്താ പേടിയുണ്ടോ? അല്ല, പേടിക്കാതെ പറ്റില്ലല്ലോ. ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു ബന്ധമില്ലാത്ത ഒരാളല്ലേ, അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. എന്നാലേ പേടിക്കണ്ട. സൂര്യക്ക് അറിയാവുന്ന നല്ലൊരു കുക്കിനോട് കൃത്യമായ ഉപദേശങ്ങള് ഫോണിലൂടെ ചോദിച്ചാണ് ഞാൻ ഇവിടെ എല്ലാം ഉണ്ടാക്കിയത്. അതാര എന്നെ പോലും ഞെട്ടിക്കുന്ന പാചകം ചെയ്യുന്ന ഒരാള്? അത് ആറ്റുവാശ്ശേരി സദ്യയുടെ സർവവുമായ രാധിക അനുജത്യ. ഓ, രാധികയുടെ നിർദ്ദേശപ്രകാരമാണോ? എങ്കിൽ ഓക്കെ, ഒട്ടും മോശമാവില്ല. ഓ, കണ്ടോ, അനുജത്തിയുടെ കാര്യം പറഞ്ഞപ്പോ എല്ലാം ഓക്കെയാ. കഴിക്ക്. ഏയ് നോ നോ, താൻ എവിടെ ഇരിക്കും? നമുക്കേ 2 പേർക്കും ആവശ്യമുള്ളത് വിളമ്പി എടുത്ത് കഴിക്കാം. എന്താ? എന്നാലേ അങ്ങനെയല്ല. ഇവിടെ അച്ഛന് ഭക്ഷണം കൊടുക്കുമ്പോ അമ്മ ഇരിക്കാറില്ല. വരുണിന് ഭക്ഷണം കൊടുക്കുമ്പോ രാധിക ഇരിക്കാറില്ല. എന്നാരാ പറഞ്ഞേ? വരുണും രാധിക എപ്പോഴും ഒരുമിച്ചിരുന്നല്ലേ കഴിക്കാറ്? എടോ, ഈ ബഹുമാനമൊക്കെ മനസ്സിൽ മതി, അല്ലാതെ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്ത് കാണിക്കണമെന്നൊന്നുമില്ല. താനൊരു കഴിച്ചേ, അത് വന്നേ, അതവിടെ വയ്ക്കും. അവിടെ ഇരുന്നേ. ഇത് നമ്മുടെ കുടുംബജീവിതം, അതെങ്ങനെ ജീവിക്കണമെന്ന് നമ്മളാ തീരുമാനിക്കുന്നത്. മനസ്സിലായോ? ഓ, ഈ നശിച്ചവൻ തൊണ്ട പൊളിക്കുന്നത് കണ്ടില്ലേ? അത് അയാളുടെ ജോലിയല്ലേ മുത്തശ്ശി? ഓ, എന്തോന്ന് ജോലി? ആ പെട്ടിയുടെ മുമ്പിലിരുന്ന് ആക്ഷൻ കട്ട് പറയുന്നതല്ലേ? ഇവന്റെ ഓരോ കട്ടിനും പൊടിഞ്ഞു പോകുന്നതേ നമ്മുടെ കോടികളാ. ഓ, അത് മുത്തശ്ശി ആദ്യമായിട്ട് ഷൂട്ടിംഗ് കാണുന്നോണ്ടാ. സിനിമ ഇങ്ങനെ തന്നെയാ മുത്തശ്ശി. നീ അങ്ങ് സിനിമയിലെ സീനിയർ. പക്ഷെ ഉള്ള കാര്യം പറയാലോ, അവനെ നിന്നോടും എന്നോടും വൈരാഗ്യം തീർക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ന് രാവിലെ തന്നെ അഭിനയിക്കാൻ വേണ്ടി 4-5 പേരെ കൊണ്ട് കാണിച്ചില്ലേ? അപ്പൊ അവന് സൗന്ദര്യം പിടിച്ചില്ല. എവനാരാടി? എവന്റെ മൊന്ത എങ്ങനെയായിരിക്കുന്നേ? മുത്തശ്ശി, ഡയറക്ടർ എങ്ങനെ ഇരുന്ന എന്താ? ആളുകൾ സ്ക്രീനിലുള്ളവരല്ലേ കാണൂ. നല്ല ആളുകളെ എടുക്കുന്നത് നമുക്ക് നല്ലതല്ലേ? അതൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നാലും അവനൊരു ചൊറിയനാ. പാട്ടുകാരൻ വന്നാ പാട്ട് പിടിക്കില്ല, മ്യൂസിക്കാരൻ വന്നാ മ്യൂസിക് പിടിക്കില്ല. മുടയെന്ന് പറഞ്ഞാ ഇങ്ങനെയുണ്ടോ ഒരു മുട? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മളിപ്പൊ സിനിമയുടെ ഏതാണ്ട് എല്ലാ കാര്യത്തിലും ഇടപെടുന്നില്ലേ? ഉണ്ട്. നമ്മള് കണക്ക് നോക്കുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്റെ ബില്ല് നോക്കുന്നുണ്ട്, ബില്ല് സാധനങ്ങളും ഒക്കെ ഒത്തുവെച്ച് നോക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇടപെടാത്തത് എവിടെയാ? എവിടെയാ? അവന്റെ സംവിധാനത്തിൽ. അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ഞാനോ നീയോ നോക്കിയിട്ടുണ്ടോ? അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാര് പറഞ്ഞു? എടി, അവൻ പറയുന്നതല്ലേ. പിന്നെ അവന്റെ പേപ്പറും പേനയും പിടിച്ചു നടക്കുന്ന കുറച്ചു പേര്. അവന്മാർക്കാണെങ്കിൽ സാറിനെ കുറിച്ച് പറയാൻ 100 നാവ. എടി, നമ്മുടെ ചോറും ചായയും തിന്നിട്ടാ അവനെ കയറി പുകഴ്ത്തുന്നത്. ഒന്ന് മിണ്ടാതിരിക്കോ മുത്തശ്ശി? എടി, മിണ്ടാതിരിക്കാനല്ല, ഇനി അവന്റെ പണിയിൽ ഇടപെടാൻ തന്നെയാ ഉദ്ദേശം. മുത്തശ്ശി ഒന്ന് മിണ്ടാതിരുന്നേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ പിന്നെ അയാൾ ഇറങ്ങി പോവേ. നോക്കിക്കോ. എന്തോ ഒന്നുമില്ല. നോക്കട്ടെ, ഈ കൈയാണോ വേദനിക്കുന്നേ? ഞാൻ പറഞ്ഞില്ല അങ്ങനെ വേദനയൊന്നുമില്ല. ഒട്ടും വിശ്രമമില്ല. മ്യൂസിക് ട്യൂഷൻ, ആറ്റുവാശ്ശേരി സദ്യ, അതിന്റെ തയ്യാറെടുപ്പുകൾ,
പിന്നെ അത് വണ്ടി ഓടിച്ച് കൊണ്ടുപോയി കൊടുക്കാനുള്ള കാര്യങ്ങൾ. ശരിക്കും ക്ഷീണിച്ചു അല്ലേ? അതൊന്നും സാരില്ല. ഒരുപാട് പേരില്ലേ പണിയെടുക്കുന്ന. എന്നെക്കാളും കഷ്ടപ്പെട്ട് ജോലിയെടുക്കുന്ന സ്ത്രീകൾ എത്രയോ പേരുണ്ട്. ശീലായി വരുമ്പോ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ആ കഷ്ടപ്പാട് പറയാതിരിക്കാൻ ശീലിച്ചാൽ അത്രയും നല്ലത്. അതെന്റെ കുട്ടിക്ക് നന്നായിട്ട് അറിയാലോ. മതി മതി, ഇനിയിപ്പൊ വരുണ്ട കൈ വേദനിക്കാൻ വേണ്ടി തുടങ്ങും. ഓ, വേദനിച്ചാ ഞാനങ്ങ് സഹിച്ചു. പതുക്കെ. എന്താ നോക്കുന്നത്? ഒന്നുമില്ല. പറ. ആറ്റാശ്ശേരിയുടെ അടുത്തൂടെ വഴിതെറ്റി വന്ന രാജകുമാരനാണ്. എന്നിട്ടിപ്പോ രാജകുമാരന് രാജ്യവും കിരീടവും ചെങ്കോലും ഒക്കെ നഷ്ടപ്പെടാൻ ആറ്റാശ്ശേരി കാരണക്കാരായി. അതെങ്ങനെ? സഹവാസം. എന്റെ കൂടെ കൂടിയിട്ട് വല്ല രക്ഷയുണ്ടോ? രക്ഷയൊക്കെ ഉണ്ട്. എന്തായാലും നല്ല ഭക്ഷണം കഴിച്ച് കിടക്കുന്നില്ലേ? നല്ല ആറ്റുവാശ്ശേരി സദ്യയും കഴിച്ച്. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തെണ്ടി പോലായിരുന്നോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞ തിരിച്ചടിക്കാൻ സ്റ്റോക്ക് ഉണ്ടല്ലേ? ഇല്ലെങ്കിൽ ശരിയാവില്ല. അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോ താൻ ജയിക്കും, എന്നിട്ട് കഴിഞ്ഞിട്ട് പോകും. അപ്പൊ ഇനി ഞാൻ ജയിക്കുകയില്ല. നോക്കാം.